ഇത്ര ദിവസം നമ്മൾ ഇന്ത്യൻ പോളിറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്ക് ഇതുപോലെ ഇന്ത്യൻ ജോഗ്രഫി സ്റ്റാർട്ട് ചെയ്യാം. നമ്മളെല്ലാ വിഷയവും സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അതുമായിട്ടുള്ള ബന്ധപ്പെട്ട എല്ലാ ക്വസ്റ്റ്യൻസും എല്ലാ ഡാറ്റസും നമ്മൾ പഠിക്കുന്നതായിരിക്കും. സോ നമുക്ക് ഇന്ത്യൻ ജോഗ്രഫിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി ഫസ്റ്റ് ക്വസ്റ്റ്യൻ മുതൽ നോക്കി തുടങ്ങാം. ഓക്കെ, ഇന്ത്യാസ് ടെറിട്ടോറിയൽ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു, അതായത് ഇന്ത്യയുടെ ടെറിട്ടോറിയൽ ലിമിറ്റ് എത്രയാണെന്നാണ് ചോദ്യം. സോ നമുക്ക് ഇത് ഇന്ത്യയുടെ ബേസിക് ഫാക്ട്സിൽ വരുന്ന ഒരു ക്വസ്റ്റ്യനാണ്. നമുക്ക് ഇന്ത്യയുടെ ബേസിക് ഫാക്ട്സ് ഒന്ന് പഠിച്ചാലോ. ആദ്യം പഠിക്കേണ്ടത് ഇന്ത്യ ഏത് ഹെമിസ്ഫിയറിലാണെന്നാണ്. ഇന്ത്യ നോർത്തേൺ ഹെമിസ്ഫിയറിലാണ്. ഇന്ത്യ ലൈസ് എൻറ്റയർലി ഇൻ നോർത്തേൺ ഹെമിസ്ഫിയർ. ഇന്ത്യ ഓക്യുപ്പൈ സൗത്ത് സെൻട്രൽ പൊസിഷൻ ഇൻ ഇന്ത്യ, അതായത് ഇന്ത്യ സൗത്ത് സെൻട്രൽ പൊസിഷനാണ്. ഇന്ത്യയിൽ സൗത്ത് സെൻട്രൽ പൊസിഷനാണ് ഇന്ത്യ ഓക്യുപ്പൈ ചെയ്യുന്നത്. ഇന്ത്യ ഗോട്ട് ഇറ്റ്സ് നെയിം ഫ്രം ഇൻഡസ്, അതായത് ഇന്ത്യക്ക് ഇന്ത്യ എന്നുള്ള നാമം വന്നത് സിന്ധു നദിയിൽ നിന്നാണ്. സിന്ധു നദിയുടെ പേരാണ് ഇൻഡസ്. സോ ഇന്ത്യക്ക് ഇന്ത്യ എന്നുള്ള നാമം വന്നത് എന്താണ്, ഇൻഡസിൽ നിന്നാണ്. ഇന്ത്യയുടെ ലാറ്റിറ്റ്യൂഡ് 8°4 നോർത്ത്, 37°6 നോർത്ത്. ലോഞ്ചിറ്റ്യൂഡ് 68°7 ഈസ്റ്റ് ടു 97°25 ഈസ്റ്റ്. ഓക്കെ, ഇന്ത്യയുടെ സൈസ് ബാക്കിയുള്ള രാജ്യങ്ങൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ 7th ലാർജസ്റ്റ് നേഷനാണ് ഇന്ത്യ. ഓക്കെ, ഇന്ത്യയുടെ ടോട്ടൽ ഏരിയ 32,87,263 സ്ക്വയർ കിലോമീറ്ററാണ്. ഇന്ത്യ ഓക്യുപ്പൈസ് വേൾഡ് ഏരിയ, അതായത് മൊത്തം വേൾഡിൻ്റെ ഏരിയ 100% ആണെങ്കിൽ ഇന്ത്യ ഓക്യുപ്പൈ ചെയ്യുന്നത് 2.42% ഓക്കെ, 2.42% ഇന്ത്യ ഓക്യുപ്പൈ ചെയ്യുന്നത്. ഇന്ത്യ ഹോൾസ് വേൾഡ് പോപ്പുലേഷൻ 70.50%. അതായത് മൊത്തം വേൾഡ് പോപ്പുലേഷൻ 100% ആണെങ്കിൽ അതിൽ ഇന്ത്യയിലുള്ളത് 17.5%. ഓക്കെ, ലാൻഡ് ബൗണ്ടറി, ഇന്ത്യയുടെ ലാൻഡ് ബൗണ്ടറി 15,200 കിലോമീറ്ററാണ്. അതായത് ഇന്ത്യയുടെ മറ്റേ ലാൻഡ് ബൗണ്ടറി ഇല്ലേ, അത് 17,200 കിലോമീറ്ററാണ്. 15,200 കിലോമീറ്റർ. ഇന്ത്യയുടെ കോസ്റ്റ് ലൈൻ, അതായത് തീരദേശം 7,516.6 കിലോമീറ്ററാണ്. ഇന്ത്യയുടെ തീരദേശം മൊത്തം 7,516.6 കിലോമീറ്ററാണ് കോസ്റ്റ് ലൈൻ വരുന്നത്. അടുത്ത ട്രോപ്പിക് ഓഫ് ക്യാൻസർ. ഇന്ത്യയിൽ ട്രോപ്പിക് ഓഫ് ക്യാൻസർ എന്ന് പറഞ്ഞാൽ 23.5° നോർത്ത്. ഓക്കെ, അത് പാസ് ചെയ്യുന്ന ഇന്ത്യയിൽ മൊത്തം 8 സ്റ്റേറ്റ്സാണുള്ളത്. ആ സ്റ്റേറ്റ്സ് നമ്മൾ പഠിക്കേണ്ടതാണ്. ഞാനിപ്പോൾ ഇതിൽ അത് ഉൾപ്പെടുത്തിയിട്ടില്ല, നമ്മൾ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം. ഓക്കെ, ട്രോപ്പിക് ഓഫ് ക്യാൻസർ പാസസ് ടു 8 സ്റ്റേറ്റ്സ്. ഓക്കെ, അപ്പോൾ ട്രോപ്പിക് ഓഫ് ക്യാൻസർ എത്രയാണ്, 23.5° നോർത്ത്. ഓക്കെ, ലോങ്ങസ്റ്റ് കോസ്റ്റ് ലൈൻ, അതായത് ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്താണ് ഏറ്റവും കൂടുതൽ തീരദേശം ഉള്ളത്, ഗുജറാത്തിലാണ്. ഏറ്റവും കൂടുതൽ തീരദേശം ഉള്ളത് ഗുജറാത്തിലാണ്. ഓക്കെ, സ്മോളസ്റ്റ് കോസ്റ്റ് ലൈൻ, അതായത് ഇന്ത്യയിൽ ഏറ്റവും കുറവ് കോസ്റ്റ് ലൈൻ ഉള്ളത് ഗോവയിലാണ്. ഓക്കെ, ഇന്ത്യയിൽ ഏറ്റവും കുറവ് കോസ്റ്റ് ലൈനുള്ള ഗോവ വളരെ ചെറിയ സ്റ്റേറ്റ് ആണല്ലോ, അതുകൊണ്ട് തന്നെ കോസ്റ്റ് ലൈനും കുറവാണ്. സോ സ്മോളസ്റ്റ് കോസ്റ്റ് ലൈൻ ഗോവ. സെക്കൻഡ് ലോങ്ങസ്റ്റ് കോസ്റ്റ് ലൈൻ, അതായത് രണ്ടാമത്തെ ഏറ്റവും വലിയ കോസ്റ്റ് ലൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ തമിഴ്നാടാണ്. രണ്ടാമത് ഏറ്റവും വലിയ തീരദേശം തമിഴ്നാടാണ്. അതിന് പറയുന്ന പേരാണ് കോറമണ്ടൽ. ഓക്കെ, കോറമണ്ടൽ തീരദേശം. അടുത്ത ഇന്ത്യാസ് ടെറിട്ടോറിയൽ വാട്ടർ, അതായത് ഇന്ത്യയുടെ ടെറിട്ടോറിയൽ ഇന്ത്യയുടെ ടെറിട്ടോറിയൽ വാട്ടറിൻ്റെ അതിർത്തി വെച്ചാൽ 12 നോട്ടിക്കൽ മൈലാണ്. കസ്റ്റം വാട്ടറിൻ്റെ അതിർത്തി എന്ന് പറഞ്ഞാൽ 24 നോട്ടിക്കൽ മൈലാണ്. അപ്പോൾ ചിലർക്ക് സംശയം ഉണ്ടാവും, എല്ലാവർക്കും അറിയുന്നതാണ്, എന്നാലും ചിലർക്ക് സംശയം ഉണ്ടാവും എന്താണ് ടെറിട്ടോറിയൽ ആൻഡ് കസ്റ്റം എന്ന്. സോ ടെറിട്ടോറിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യക്ക് എല്ലാ അധികാരമുള്ള, ഇന്ത്യക്ക് നിയമം നിർമ്മിക്കാനും ഇന്ത്യക്ക് കപ്പലുകളെ കൺട്രോൾ ചെയ്യാനും ഇന്ത്യക്ക് എല്ലാ അധികാരമുള്ളതാണ് ടെറിട്ടോറിയൽ വാട്ടർ അണ്ടർ ഫുൾ കൺട്രോൾ ഇന്ത്യക്ക്. കസ്റ്റം വാട്ടർ എന്ന് പറഞ്ഞാൽ അത് ഇന്ത്യയുടെ കൺട്രോളാണ്, പക്ഷേ അത് ഇന്ത്യക്ക് റിസോഴ്സസ് അങ്ങനെ ഉപയോഗിക്കാൻ പറ്റില്ല. പക്ഷേ ആൻറ്റി സ്മഗ്ലിങ്ങും ഇന്ത്യക്ക് അതിലെ സ്മഗ്ലിങ്സും കസ്റ്റംസ് ചെക്കിങ്ങും ഒക്കെ ഇന്ത്യക്ക് ഊർജിതമാക്കാൻ പറ്റും. അങ്ങനെ ഇന്ത്യക്ക് ആൻറ്റി സ്മഗ്ലിംഗ് ഏരിയയ്ക്ക് മാറ്റാൻ കഴിയും ആ ഏരിയയൊക്കെ. സോ അത് മൊത്തം 24 നോട്ടിക്കൽ മൈലുണ്ട്. സോ ഇതാണ് ഇന്ത്യയിലെ ഏറ്റവും ബേസിക്കായ ഫാക്റ്റ്. നമുക്ക് ഈ ക്വസ്റ്റ്യൻ 1 നോക്കിയാലോ. ഇന്ത്യാസ് ടെറിട്ടോറിയൽ ലിമിറ്റ് എക്സ്റ്റെൻഡ് ടു, ടെറിട്ടോറിയൽ ലിമിറ്റ് നമ്മൾ എത്ര പഠിച്ചത് 12 നോട്ടിക്കൽ മൈലാണ്. അത് കസ്റ്റം ലിമിറ്റ് ആയിരുന്നെങ്കിൽ അത് 24 ആയിരുന്നേനെ. ടെറിട്ടോറിയൽ ലിമിറ്റ് ആയതുകൊണ്ട് 12 നോട്ടിക്കൽ മൈൽ. സോ ഇതാണ് ആൻസർ. സിമ്പിൾ അല്ലേ? അതൊക്കെ മനസ്സിലായി വരുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.